അപ്പോൾ ഇന്നത്തെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ മോട്ടോ വേൾഡ് ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചാൽ ബൈക്കിൽ കൂടെ യാത്ര ചെയ്യണം. കറക്റ്റ് നമ്മൾ ബൈക്കിൽ പോകുന്ന എക്സ്പീരിയൻസ് ഉള്ള ഗെയിമാണ് കിട്ടും. അപ്പോൾ ഇത് ചെറിയൊരു ആകത്തുള്ളൂ, കാരണം പെട്ടെന്ന് തോക്കും, നമുക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ തന്നെ ഫസ്റ്റ് ഞാനാണ് കളിക്കാൻ വന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഫുൾ ഫോമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്ക് സ്റ്റാർട്ടിലേക്ക് പോകാം. സ്റ്റാർട്ടിലേക്ക് ഒരു ജോലിയില്ല, ഈ സ്കൂട്ടർ തന്നെ നല്ല രസമാണ്. മോർണിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ കളിച്ച് തോക്കുമ്പോൾ അടുത്ത ആൾ കളിക്കുമ്പോൾ ചിലപ്പോൾ മഴയുള്ള സമയമാണ്. നമ്മൾ കുറേ കളിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മളെ ഫോൺ ഇങ്ങനെ ചരിക്കും തോറും അതിങ്ങനെ ചരിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഗോ എന്ന് കാണിച്ചതിന് ശേഷം ആക്സിലേറ്ററും ബ്രേക്കൊക്കെ കാണിക്കും. ഇതിൽ അതിൻ്റെ സൈഡിലെ സ്കൂട്ടറിൽ കുത്തിയാൽ നമ്മൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ തായും. പിന്നെ സൈഡിൽ ഇങ്ങനെ ഫ്ലാഷ് പോലെ കാണിക്കുന്നില്ലേ, അതേ കുത്തിയാൽ നമ്മൾ പി ഹോൺ അടിക്കും. പിന്നെ കേടാ അത് തന്നെ അതിൻ്റെ ആ സൈഡിൽ കുത്തി എത്തിക്കൂടി സ്പീഡ് കൂടും അങ്ങനത്തെ സൈഡ്. ഇത്രയാണ്. ഈ വണ്ടിയിലൊന്നും തട്ടാതെ നമ്മൾ പോകണം, അതാണ് കളി. ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ആരാണെന്നാണ് കേട്ടോ ഈ ഗെയിമിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടോ ഗൈസ്, നാളെ സ്ഥലം കണ്ടോ? ഞാനിപ്പോൾ ആ സ്ഥലം നോക്കിക്കൊണ്ടാണ് ഇത്തിരി ഇത് പോയത്. നമ്മൾ വേറെ ഗെയിം നോക്കി എന്താണ് ഓഫ് റൈഡിങ് എന്നുള്ള ഗെയിം നോക്കി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഗെയിം കണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് പതിയെ കയറി അടിച്ചത്. കണ്ണങ്ങി വെള്ളച്ചാട്ടമൊക്കെ ഒഴുകുന്നുണ്ടോ? എന്താ ഭംഗിയല്ലേ ഇങ്ങനെ പോകാൻ. നമ്മൾ ഒറിജിനൽ റോഡിനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമ്മളിപ്പോൾ നേരെ നല്ല സ്പീഡ് കൂട്ടി പോകുന്നുണ്ട്. ഇതാ അങ്ങനെയൊക്കെ കുറച്ച് കണ്ടോ, നമ്മളൊരു ഇതിനകത്തൂടെ പോവുകയാണ്. ഞാൻ കുറച്ച് ബ്രേക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ എക്കോ അടിച്ച് കേട്ടോ, നമ്മൾ പി അടിച്ച് കേട്ടോ. ഇല്ല ലൂലുമാളിലൊക്കെ പി ഇങ്ങോട്ട് കളിക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞാൽ ഗോസ്റ്റ് ഗെയിംസ് ഒക്കെയാണ് ഏറ്റവും രസമെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഗോസ്റ്റ് കളിച്ചിട്ട് അത്ര രസമുള്ളതൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമുക്കതാണ് ഏറ്റവും ഇഷ്ടം. ഗോസ്റ്റ് കളിക്കാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. എന്തെങ്കിലും തമാശ പറയുക ആൾക്കാരെ അപ്പോൾ ഗൈസ്, ഗോസ്റ്റ് ഗെയിംസ് നോക്കാം, പക്ഷെ നല്ലതൊന്നും കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യാം. ഈ ഗ്രാനിയൊക്കെ ഇത്തിരി പാടുള്ള ഗെയിമാണ്, അതാ പറ്റാത്ത. നമ്മൾ വേണമെങ്കിൽ ഇല്ല ഒരു കൊച്ചു കുഞ്ഞായിട്ടുണ്ടല്ലോ ബേബി സിറ്റർ യെല്ലോ എന്തൊരു ചെകുത്താനുള്ള കൊച്ചിൻ്റെ ഒരു ഗെയിമുണ്ട്. ആ ഗെയിം വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. അതെന്തോ അത്ര മനസ്സിലാവുന്നില്ല. അത് ഒന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് നേരെ പിടിക്കുന്നതായിരിക്കും. അതൊരു ഹൊറർ ഗെയിമാണ്. ഇതൊക്കെ ഒരു ഫൺ വീഡിയോ, അത്രേ ഉള്ളൂ. രസമുള്ളൊരു വീഡിയോ. മറ്റേത് ഒരു പേടിയുള്ള അപ്പോഴത്തെ ഹോട്ടൽ ബലൂണൊക്കെ ഉണ്ട് ഗൈസ്. ആംബുലൻസിൽ കയറി തട്ടല്ലേ അപ്പാ പൊളിയില്ലേ. നല്ല രസമുണ്ട് ഗൈസ് ഇത് കളിക്കാൻ. പണ്ട് എനിക്ക് ഇങ്ങനത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണെങ്കിൽ എനിക്ക് നമുക്ക് ഒറിജിനലായിട്ട് ഈ ബൈക്ക് ഓടിക്കാൻ ചെറിയ പ്രാക്ടീസ് ആവുമെന്ന്. പിന്നെ ഡ്രൈവിങ് നമ്മൾ പിടിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ അത് പിടിച്ചതാണ്, പക്ഷെ അത്ര കറക്റ്റ് ആയില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ്. ഇപ്പം അതിനകത്ത് കയറിടിച്ചാൽ ആ ട്രക്കിൻ്റെയും പിന്നെ ഈ സൈഡില ഇത് നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ബൈക്കായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ശരിയാണല്ലേ, മൊത്തം കാറാണല്ലോ. നല്ല ഭംഗിയുള്ള കാറ്. ജസ്റ്റ് മിസ്. നമ്മൾ മിസ്റ്റർ ബീൻ്റെ കാറ് നേരത്തെ എവിടെ കണ്ടു. ഇതല്ല ഒരു ബസ്സിൻ്റെയും ട്രക്കിൻ്റെയും മധ്യത്തൂടെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഷോയൊക്കെ കാണിച്ച് പോവുകയാണ്. നല്ല പ്ലേസ് അവിടുത്തെ ഇങ്ങനെ പൊങ്ങാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളിവിടെ ഒരു ഷിപ്പ് ഉണ്ടോ? ഇപ്പോൾ നല്ല സ്ഥലമല്ലേ. നീ അന്ന് ശ്രദ്ധിക്കുക, നിന്റെ കളി പോകും. ഗൈസ്, നമ്മൾ കൂടുതലും ഡിസ്റ്റൻസ് അല്ലേ നോക്കണം. ഇവിടെ നമുക്ക് ഇങ്ങനെ പതുക്കെ പോകാം. സ്ഥലമുണ്ട്.
നിനക്ക് ബോറടിക്കുന്നുണ്ടാടാ ഇത് കാണുമ്പോൾ? ഏയ് സബ്വേ സർഫൊക്കെ ഒരാൾ കളിക്കുന്നതാണെങ്കിൽ നല്ല ബോറ്. ഇതിനിടെ കയറാൻ പറ്റാൻ തോന്നുന്നില്ല. നമ്മുടെ കേരളം തെങ്ങുകളൊക്കെ ഉണ്ട്. തെങ്ങ് സൈഡിലൊരു വീടും. അതങ്ങനെ കാണിക്കത്തുള്ളൂ. ഞാൻ നോക്കോ ഇവിടെ ഇത്തിരി ആള് കുറവാ. ചില സമയത്ത് വണ്ടികൾ അപ്പം നമുക്കിങ്ങനെ പൊങ്ങാം. പോയി. നമ്മളൊക്കെ പൊങ്ങി പോയണല്ലേ. ചുമ്മാ ഇല്ല. നമ്മളൊക്കെ പൊങ്ങിയാണോ? വണ്ടി പറക്കിലോട്ട് പോണോ? ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കടത്തി വിട്ട് പോടി. കടത്തിവിടാം. നമുക്ക് ഇനി ആ ബസ്സിനെ കടത്തിവിടാം കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ അത് ചോദിക്കാം. ഗായസ് നമ്മൾ ബസ്സിനെ കടത്തിയിട്ട് ഇപ്പം ഒരു ആംബുലൻസ് ഇരിക്കുന്നത്, നമുക്ക് അതിനെ കടത്തിവിടണം. അത് ഓക്കെ കടത്തിയിട്ട് ചെന്നൈയിൽ ആരെ കടത്തിയിടാം? അങ്ങൊരു ലോറി കാണുന്നുണ്ടോ? അത് നമുക്കിനി കടത്തിവിടാനുണ്ട്. അതിനെ നമ്മൾ കടത്തിയിട്ട് ഈ ബസ്സിന് ചെറിയൊരു രക്ഷ കിട്ടി. ഓക്കെ ഗായ്സ് നമ്മൾ അതിനെ കടത്തിയിട്ടിരിക്കും. എന്താ 2 മിസ്റ്റർ ബീൻ കാറുകൾ കാണാം. ഈ മിസ്റ്റർ ബീൻ കാറുകൾ ഒരുമിച്ചാണ് നടക്കണേ. ഒരുമിച്ചാണ് പോകുന്നത്. ഇരട്ട മിസ്റ്റർ ബീൻ ട്വിൻ സിസ്റ്റേഴ്സ് അല്ല ട്വിൻസ് ബ്രദേഴ്സ്. ഓക്കെ നമ്മൾ ആംബുലൻസിലേക്ക് കടത്തി വെട്ടിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു കാര്യം പോകാതെ 2 പേർ തന്നെ വേണം. മിസ്റ്റർ ബീന്റെ ശത്രുവായ ഒരു നീലക്കാറുണ്ടല്ലോ, അതിനെ കാണാനില്ലല്ലേ? അത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു. നമ്മുടെ നീലക്കാറ് ആണ്. ചെറിയ തൊട്ട് പിറകിൽ 2 മിസ്റ്റർ ബീന്റെ ഫ്രണ്ടിലുണ്ട്. അത് മിസ്റ്റർ ബീന്റെ എനിമിയാണ്. അല്ല മിസ്റ്റർ ബീനാണ് അത് എനിമി. അത് ഈ സാധനത്തിനെ കടത്തിവിടാം. ഇതൊന്നും മഴയൊന്നുമില്ല. നീ കളിക്കുമ്പോൾ മഴ വരും കേട്ടാ. നമ്മൾ നേരത്തെ സൂവിലൊക്കെ പോയായിരുന്നു കേട്ടോ. ഈ ഗെയിം വീഡിയോ പിടിക്കുന്നതിന് മുന്നൊക്കെ നമ്മൾ സൂവിലൊക്കെ പോയ ജിറാഫിനെ മറ്റേ ഇതിനൊക്കെ കണ്ട് ഡിനേഴ്സറിനൊക്കെ. എനിക്ക് തോന്നുന്നു അവരെ സ്റ്റാച്ചു വല്ല അവർ കണ്ടേക്കിരിക്കുന്നത്. അത് നമ്മൾ അടുത്തോട്ടൊന്നും നമ്മൾ ആക്രമിക്കുന്നില്ല. അതിന്റെ പ്രതിമ ഇപ്പൊ നീ കുറെ നേരം പോയല്ലോടി. ഇത്ര നേരം ഞാൻ പോകത്തിരുന്നു. ചെറുതായിട്ട് തട്ടി വണ്ടി ഇടിച്ചാലേ നമ്മൾ നോക്കത്തുള്ളൂ കേട്ടാ. പക്ഷെ ചിലപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറേ നേരം കളിച്ചാലാണ് നമുക്കിപ്പോൾ ഇത്രയെങ്കിലും ഓടിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കളിച്ചുടനെ ഞാൻ തോറ്റി. ആ ബസ്സിനെ കടത്തിയിടടി. കണ്ട ജംഗിൾ കിങ്ഡം കണ്ടോ? നമ്മുടെ ജിറാഫൊക്കെ ജിറാഫുണ്ട്. കണ്ട ഇവിടെ ഡിനോസർ ഉണ്ടോ? കണ്ടാ സൈഡിൽ കണ്ടാ? അല്ല ഇതാണ് കേട്ടോ. മറ്റേ അത് പ്രതിമ കേട്ടോ ഉണ്ടാക്കിയിട്ടേക്കണം. അവിടെ തട്ടല്ലേ? ഈ കുട്ടിക്ക് വണ്ടി ഓടിക്കാൻ നേരം അറിഞ്ഞൂടാ. അല്ല ഞാൻ അതുങ്ങളെ ശ്രദ്ധയിലായിപ്പോയി. ജിറാഫൊക്കെ നിൽക്കുന്നത് അതിൻ്റെയൊക്കെ ശ്രദ്ധയിലായിപ്പോയി. അതുകൊണ്ട് ഇവിടെ അങ്ങനെ വണ്ടി ഓടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. നമ്മളുടെ ശ്രദ്ധ വിടും. ഇവിടെ വഴിയുണ്ടല്ലേ? അവിടെ പറ്റും. എന്നെ പിറകെ വന്നിടിച്ചതായിരുന്നു വണ്ടി. പിറകെ വന്നിടിച്ചിരിക്കും. നല്ല മഴയുണ്ട്. പുറത്ത് മഴയുണ്ട്. അങ്ങനെ കഴിച്ച് കൂടെ ചത്തു. അപ്പൊ അടുത്ത ഞാനാണ്. ഓക്കെ നമുക്ക് 14.21. ഓക്കെ 8 മിനിറ്റ് ഞാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പൊ അടുത്ത ഞാനാണ്. ഫോൺ ചൂടായിട്ടാ. നെറ്റ് ഗെയിം കളിക്കാൻ പോവാണ്. അയ്യോ ഗെയിം സ്റ്റാർട്ട് ചെയ്തില്ല. ഒരു മിനിറ്റ് തോപ്പിക്കണേ എന്ന്. ഗെയിം അവിടെ തോക്കൂല. നേരം തോപ്പിച്ചിട്ട് കളിക്കാം. നീ നേരെ അങ്ങ് പോടി. എന്തോ ഇനി തോപ്പിക്കണേക്കെ എന്തിനീ വെറുതെ? സ്പീഡിൽ പോ. ഇത്തിരി ഇതൊക്കെ ആക്ക്. അല്ല നല്ലോണം കുത്തിയാ ഒരു കുത്തിയാ മതി. അത് തന്നെ ഈ സ്പീഡിൽ പോയിട്ട് കേൾക്കണം. കണ്ട അതാണ് നമ്മൾ ഭംഗിയതാ. പീപ്പി അടിക്ക്. ഞാൻ സപ്നയുടെക്കാട്ടി നല്ല സ്പീഡാണ് അല്ലേ? അതുകൊണ്ട് ഉടനെ നിങ്ങൾ ഇൻസ്റ്റാൾ
ഒന്ന് കളിച്ച് നോക്കണം. ചില സമയത്ത് മഴയൊക്കെ വരും, മഴ വരും. പിന്നെ ഇതൊക്കെ നമുക്ക് ഇത് ഡേയ്സ് മാറ്റാണ്ട് നൈറ്റ് പോകാനൊക്കെ പറ്റും കേട്ടോ. ഫസ്റ്റ് അങ്ങനെ കണ്ടാൽ പിന്നെ നമ്മളിപ്പം കളിക്കുന്നുണ്ടെന്ന് ഇത് മാറ്റിയതേ ഉള്ളൂ. അയ്യോ ഫസ്റ്റ് ടൈം ഞാൻ തോറ്റേ. എത്ര ദൂരം നോക്കാം. ഇതെന്തായാലും നീ തന്നെ ജയിച്ചത്, നീ കുറെ ദൂരം പോയില്ലേ. അയ്യോ ഫസ്റ്റ് ടൈം ഞാൻ സാധാരണ ഇങ്ങനെ 1.47. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനാണ് വിന്നർ അയക്കുന്നത്. ഗൈസ് ഞാൻ പെട്ടെന്ന് തോറ്റു. ഞാൻ കുറെ ദൂരം പോയതായിരുന്നു ഗൈസ്. ഇതിപ്പോ എന്തോ ഞാൻ സ്പീഡ് കൂട്ടി കളിച്ചോണ്ടായിരിക്കും. ഇല്ല അങ്ങനെയല്ല, നീ അപ്പൊ ഓക്കെ ഗൈസ്, ഇതുപോലുള്ള നല്ല നല്ല ഗെയിംസ് ആയിട്ട് വരാൻ കേട്ടോ. ഈ ഗെയിം ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ല. ഇതുപോലുള്ള നല്ല ഞാൻ ഓടിക്കുന്ന ഗെയിംസ് അങ്ങനെയായിട്ടോ അല്ലെങ്കിൽ ഗോസ്റ്റ് ഗെയിംസ് ഒക്കെ ഹൊറർ ഗെയിംസ് ആയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.